ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഓരോ വസ്തുവിനും അതിന് ചിന്തിക്കാനാവാത്ത വലിപ്പവും സാധ്യതകളും വർദ്ധിക്കുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മോശ കണ്ട മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പ് നിസാരമായൊരു വസ്തുവാണ്, പക്ഷെ അത് ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. നിസാരമായൊരു ജനതയെ ദൈവം ഉയർത്തി വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാണ് ഏറ്റവും നിസാരമായ ഒരു മുൾപ്പടർപ്പിൽ വന്നു വസിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം. വീണ്ടും ഈ മുൾപ്പടർപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മുൾപ്പടർപ്പ് ഏറ്റവും ശുദ്ധമായ ഒരു ചെടിയാണ് എന്നാണ്. കാരണം ഒരു വിജാതീയ ദൈവങ്ങളെയും കൊത്തിയുണ്ടാക്കാൻ ഒരിക്കലും ആരും ഈ മുൾച്ചെടിയെ തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം ഈ മുൾച്ചെടിയെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ പരിശുദ്ധി കൂടി ഒന്നുകൊണ്ട് തന്നെയാണ്. ദൈവം ഈ മുൾച്ചെടിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഈ പരിശുദ്ധി അത് കാത്തു സൂക്ഷിക്കുന്നു എന്നതുകൊണ്ട് കൂടി തന്നെയാണ്. വീണ്ടും ഈ മുൾച്ചെടി നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ട്. ആരെങ്കിലും ഈ മുൾച്ചെടിയെ തൊട്ട് കഴിഞ്ഞാൽ അവൻ മുറിവേൽക്കും, അവൻ ഭയപ്പെട്ടോടും. ഇതുപോലെയാണ് ഈ മുൾച്ചെടി ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. ഇസ്രായേലിനെ സ്പർശിക്കുന്നവനെ, ഉപദ്രവിക്കുന്നവനെ ഒക്കെ ദൈവം സഹായിക്കും. അവർ മുറിവേറ്റിട്ടല്ലാതെ ഇസ്രായേലിൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല. അതന്നും ഇന്നും ആ ചരിത്രം സത്യമാണ്. വീണ്ടും ഇസ്രായേലിൻ്റെ പ്രതീകമായി മുൾച്ചെടി കൊണ്ടാണ് അന്നൊക്കെ നാട്ടുകാർ തങ്ങളുടെ പറമ്പുകൾക്ക് അതിര് കെട്ടിയിരുന്നത്. അതൊരു സുരക്ഷിതത്വത്തിൻ്റെ അടയാളം കൂടിയായിരുന്നു, ഒരു സംരക്ഷണത്തിൻ്റെ. അങ്ങനെ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ദൈവം ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്നു, പൊതിഞ്ഞു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം കൂടി അത് നമുക്ക് നൽകുന്നുണ്ട്. വീണ്ടും ഈ മുൾച്ചെടി എന്ന ഹീബ്രു വാക്ക് സംഖ്യയിൽ എഴുതുമ്പോൾ അത് 120 എന്നുള്ള അക്കം കിട്ടുമെന്നാണ് പണ്ഡിതർ പറയുക. അത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, ആ ഹൊറേബ് മലയിൽ ദൈവ സാന്നിധ്യം 120 ദിവസം ഉണ്ടായിരുന്നു. വീണ്ടും മോശ ജീവിച്ചത് 120 വർഷമായിരുന്നുവെന്നും അതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ 120 എന്നുള്ള സംഖ്യ എന്നും ബൈബിൾ പണ്ഡിതർ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഈ മുൾച്ചെടി മറ്റൊരു ചിന്ത കൂടി തരുന്നുണ്ട്. അത് പൂക്കളും മുള്ളുകളും നിറഞ്ഞ ഈ ചെടിയുടെ കാഴ്ച തന്നെയാണ്. ഇസ്രായേലിൻ്റെ പ്രതീകമാണിത്. നന്മയും തിന്മയും ഒരുപോലെ നിൽക്കുന്ന ഒരു ജനത, ഒരുപാട് നന്മയുള്ളവർ, ഒരുപാട് കുറവുകളുമുള്ളവർ. അതാണ് ഈ മുൾച്ചെടിയും ഇസ്രായേലും നൽകുന്ന സാധ്യതകൾ, സൂചനകൾ, സാമ്യതകൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ഒരു വസ്തുവിന് എന്തുമാത്രം സാധ്യതയാണുണ്ടാകുക എങ്കിൽ നമുക്കെല്ലാം ദൈവത്തോട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന വലിപ്പവും സാധ്യതയും അർത്ഥങ്ങളും നമുക്കൊന്ന് ഗ്രഹിക്കാൻ പരിശ്രമിക്കാം. എല്ലാം ദൈവവുമായി നമുക്ക് ബന്ധപ്പെടുത്താം. ആമേൻ.